ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഇത്തവണ UDF തരംഗം തന്നെയാണ് പ്രധാനമായും മാതൃഭൂമിയും അഭിപ്രായ സർവേ നടത്തി പ്രവചിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായി പറയുന്നത് 2 ഘട്ടങ്ങളിലായി നടത്തിയ സർവേയുണ്ട്. അടുത്ത ദിവസം മറ്റൊരു ഘട്ടം കൂടി പുറത്തു വരാനായിരിക്കുന്നുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, മലപ്പുറം, കോട്ടയം മണ്ഡലങ്ങളിൽ UDFന് അനുകൂലമായൊരു വിധിയെഴുത്ത് തന്നെയായിരിക്കും ഉണ്ടാവുക എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നാണ് മാതൃഭൂമിയും അടിവരയിട്ട് പറയുന്നത്. പക്ഷേ വടകരയും പാലക്കാടും LDF തിരിച്ചു പിടിക്കുമെന്നുള്ള ഒരു പ്രതികൂല റിപ്പോർട്ട് കൂടിയാണ് മാതൃഭൂമി PMRQ ഇത്തവണ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ തന്നെയാണ് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്. മാവേലിക്കരയിൽ ഇത്തവണ UDFനും LDFനും തുല്യമായൊരു സാധ്യത തന്നെയാണ് പ്രവചിക്കപ്പെടുന്നത്. 7 മണ്ഡലങ്ങളിലെ സാധ്യതകളാണ് 2ാം ദിനത്തിൽ, അതായത് ഇന്നലെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നത്. 2 ദിവസം മുൻപായിരുന്നു ആദ്യഘട്ട സർവേ ഫലം പുറത്തു വന്നത്. അതിന് പിന്നാലെയാണ് ഈ സർവേ ഫലം കൂടി ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്നത്. അഭിപ്രായ സർവേയിൽ ആദ്യ ദിവസത്തെ സാധ്യത പ്രഖ്യാപിച്ച 7 മണ്ഡലങ്ങളിൽ 6 UDFന് തന്നെയാണ് ഏറ്റവും ശക്തമായ വിജയസാധ്യത പ്രവചിക്കപ്പെട്ടിരുന്നത്. ആ മണ്ഡലങ്ങളെന്ന് പറയുന്നത് തിരുവനന്തപുരം, ആറ്റിങ്ങൽ, കാസർഗോഡ്, ചാലക്കുടി, വയനാട്, കൊല്ലം മണ്ഡലങ്ങൾ തന്നെയാണ്. ഈ മണ്ഡലങ്ങൾ എത്ര വലിയ അടിയൊഴുക്കുകൾ ഉണ്ടായിരുന്നാലും UDFനൊപ്പം നിലകൊള്ളുമെന്ന് തന്നെയാണ് അവർ പ്രവചിച്ചത്. പക്ഷേ കണ്ണൂരിൽ സിറ്റിംഗ് സീറ്റായിട്ടുള്ള സുധാകരൻ്റെ സീറ്റ് UDFനെ കൈവിടുമെന്നാണ് സർവേ പറയുന്നത്. പകരം LDF സ്ഥാനാർത്ഥിയായി MV ജയരാജൻ അവിടെ വിജയിക്കുമെന്ന പ്രവചനവും നടത്തിയിട്ടുണ്ട്. തൃശ്ശൂർ ഉൾപ്പെടെ ബാക്കിയുള്ള 6 മണ്ഡലങ്ങളിലെ സാധ്യതകൾ വെള്ളിയാഴ്ച ദിവസം പ്രഖ്യാപിക്കാനായിരിക്കുകയാണ്. അപ്പോഴാണ് കഴിഞ്ഞ ദിവസത്തെ ഫലങ്ങൾ വലിയ ചർച്ചയായി മാറുന്നത്. അതിൽ പ്രധാനപ്പെട്ടതായി പറയുന്നത് വടകര ഷാഫി പറമ്പിലിനെ കൈവിടുമെന്നും അവിടെ ശൈലജ ടീച്ചറിന് മികച്ച ഒരു വേരോട്ടം ഉണ്ടാകുമെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി മറുഭാഗത്ത് ചിന്തിക്കേണ്ടതായിട്ടുള്ള പല വിഷയങ്ങളുണ്ട്. അതിനു മുൻപായി സർവേ ഫലങ്ങളെ വിലയിരുത്തി വരികയാണെങ്കിൽ പത്തനംതിട്ട ജില്ലയിൽ UDFന് തന്നെയാണ് മേൽക്കോയ്മ പ്രഖ്യാപിക്കുന്നത്. 33% വോട്ട് ഷെയർ തന്നെയാണ് ആന്റോ ആന്റണി നേടുക. തൊട്ടു പിന്നിലായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമെന്ന് പറഞ്ഞാൽ LDFും NDAയും തുല്യമായി തന്നെയാണ് വോട്ട് ഷെയർ പങ്കിടാൻ പോകുന്നത് എന്നാണ് അഭിപ്രായ സർവേയിൽ പറയുന്നത്. 31% വോട്ടുമായി അനിൽ ആന്റണിയും അതുപോലെ തോമസ് ഐസക്കും കേവലം 2% വോട്ട് ഷെയറിന്റെ വ്യത്യാസവുമായി പിന്നാലെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ശക്തമായ വാശിയേറിയ ഒരു മത്സരം തന്നെയായിരിക്കും പത്തനംതിട്ടയിൽ ഉണ്ടാകുക. 3 മുന്നണികളും മികച്ച പ്രകടനം തന്നെയായിരിക്കും കാഴ്ചവെക്കുക എന്നാണ് മാതൃഭൂമിയുടെ അഭിപ്രായ സർവേയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി പാലക്കാട് നോക്കുകയാണെങ്കിൽ വിജയരാഘവൻ 38% വോട്ടോടുകൂടി LDFന്റെ സീറ്റ് നിലനിർത്തുമെന്നാണ് പ്രവചിക്കുന്നത്. അവിടെ വിജയസാധ്യത നേരത്തെ പറഞ്ഞിരുന്ന VK ശ്രീകണ്ഠൻ UDF സ്ഥാനാർത്ഥി 36 വോട്ട് ശതമാനവുമായി 2% പിന്നിലേക്ക് കുതിക്കുമെന്നും NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിന് 24% വോട്ട് ലഭിക്കുമെന്നുമാണ് പറയുന്നത്. പ്രധാനമായും വിലയിരുത്തുന്ന ഒരു മണ്ഡലമെന്ന രീതിയിൽ പാലക്കാടും അതുപോലെ തന്നെ വടകരയും UDFന് കൈവിട്ടു പോകുമെന്നാണ്. ഒപ്പം കഴിഞ്ഞ ദിവസം പ്രവചിച്ച കണ്ണൂരും UDFന്റെ കയ്യിൽ നിന്നും പോകുമെന്നും അത് LDF സ്വന്തമാക്കുമെന്നുമാണ് മാതൃഭൂമിയും പറയുന്നത്. സമാനമായ ഒരു നിലയിൽ തന്നെയാണ് പത്തനംതിട്ടയും ഉള്ളത്. കേവലം 2% വ്യത്യാസം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. ഇനി ആലപ്പുഴയിലേക്ക് വരികയാണെങ്കിൽ CPMൽ നിന്നും LDFൽ നിന്നും ആലപ്പുഴ തിരിച്ചു പിടിക്കാനായി കോൺഗ്രസിന് കഴിയുമെന്നും KC വേണുഗോപാൽ 41% വോട്ടോടുകൂടി അവിടെ വിജയിക്കുമെന്നും 2ാം സ്ഥാനത്ത് MA ആരിഫ് 38% വോട്ട് നിലനിർത്തുമെന്നും ശോഭാ സുരേന്ദ്രൻ 3ാം സ്ഥാനത്ത് 19% വോട്ടോടുകൂടി NDA സ്ഥാനാർത്ഥി നിലകൊള്ളുമെന്നുമാണ് പറയുന്നത്. മലപ്പുറത്ത് യാതൊരു സംശയവും വേണ്ട, ET മുഹമ്മദ് ബഷീർ UDFന്റെ സ്ഥാനാർത്ഥി 54% വോട്ട് ഷെയറോടുകൂടി മുന്നോട്ട് പോകുമെന്നും LDF V വസീഫ് 31% വോട്ടുകളും NDA സ്ഥാനാർത്ഥിയായ M അബ്ദുൽ സലാം 12% വോട്ടുകൾ നേടുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. ഇനി കോട്ടയത്തേക്ക് വരികയാണെങ്കിൽ വളരെ പ്രതീക്ഷയോടുകൂടി വളരെ ശക്തമായൊരു മത്സരം നടക്കാൻ പോകുന്ന ഒരു മണ്ഡലമായി തന്നെയാണ് LDFന്റെയും UDFന്റെയും കേരള കോൺഗ്രസ് പ്രതിനിധികൾ മത്സരിക്കുന്ന മണ്ഡലമായ കോട്ടയം. 42% വോട്ടോടുകൂടി ഫ്രാൻസിസ് ജോർജ് ഒരു ജയത്തിലേക്ക്, അട്ടിമറി ജയത്തിലേക്ക് കടക്കുമെന്നുള്ള ഒരു പ്രവചനമാണ് ഉണ്ടായിരിക്കുന്നത്. തോമസ് ചാഴിക്കാടനെ കൈവിടുമെന്നും 1% വോട്ടിന് പിന്നിലായി താഴേക്ക് പതിക്കുമെന്നുമാണ് നിലവിൽ മനസ്സിലാക്കാനായി കഴിയുന്നത്. 3ാം സ്ഥാനത്ത് എത്തിച്ചേരാൻ പോകുന്നത് തുഷാർ വെള്ളാപ്പള്ളി ആയിരിക്കും. NDA സ്ഥാനാർത്ഥി 10% വോട്ടായിരിക്കും നേടുകയെന്നും അഭിപ്രായ സർവേയിൽ പറയുന്നു. ഇനി മാവേലിക്കരയിലേക്ക് പോവുകയാണെങ്കിൽ വളരെ വിചിത്രമായ ഒരു സർവേ ഫലം തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. വിജയസാധ്യത 2 പാർട്ടികൾക്ക്, 2 മുന്നണികൾക്ക് പറഞ്ഞിരിക്കുന്നു. LDFനും UDFനും ഒരേപോലത്തെ വോട്ട് ഷെയർ തന്നെയാണ് പറയപ്പെടുന്നത്. 41% വീതം കൊടിക്കുന്നിൽ സുരേഷും അതുപോലെ LDF സ്ഥാനാർത്ഥിയായ C അരുൺകുമാറും നിലനിൽക്കുമെന്നും ശക്തമായ കട്ടയ്ക്കുള്ളൊരു വാശിയേറിയ മത്സരം തന്നെയായിരിക്കും മാവേലിക്കരയിൽ ഇത്തവണ കാഴ്ചവെക്കുന്നതെന്നുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 3ാം സ്ഥാനത്ത് NDA സ്ഥാനാർത്ഥി ബൈജു കലാശാല 16% വോട്ടുകൾ നേടി പിന്തള്ളപ്പെടുമെന്നും പറയുന്നു. ഇനി വടകരയിൽ നേരത്തെ പരാമർശിച്ചതുപോലെ തന്നെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയം തന്നെ ആയിരുന്നു ആര് ജയിക്കുമെന്നുള്ളത്. പാലക്കാട് നിന്നും കണ്ണീരോടെ യാത്രയാക്കിയ ഷാഫി പറമ്പിലിനെ കണ്ണു നിറഞ്ഞാണ് വടകരക്കാർ സ്വീകരിച്ചതായി നാം ഇവരും കണ്ടത്. പക്ഷേ അവിടെയും 2ാം സ്ഥാനത്തേക്ക് ഷാഫിയെ പിന്തള്ളുമെന്നാണ് മാതൃഭൂമി പറയുന്നത്. KK ശൈലജ ടീച്ചർ LDF സ്ഥാനാർത്ഥി 41% വോട്ട് നിലനിർത്തുമ്പോൾ ഷാഫി
35% വോട്ടുകൾ നേടി പിന്നിലാകുമെന്നും 6% വ്യത്യാസമുണ്ടാകുമെന്നുമാണ് നിലവിൽ മാതൃഭൂമിയുടെ സർവേ ഫലത്തിൽ വ്യക്തമാക്കുന്നത്. മൂന്നാം സ്ഥാനത്തായി NDA സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണ 22% വോട്ടുകൾ നേടുമെന്നും പറഞ്ഞു.